മലയാള സിനിമയിൽ എന്ന് മാത്രമല്ല സിനിമാ രംഗത്തുള്ള അല്ലെങ്കിൽ ആ രംഗം ഇഷ്ടപ്പെടുന്ന സിനിമ കാണുന്ന എല്ലാവർക്കും ഏറ്റവും ദുഃഖമുള്ള ദിവസമാണിന്ന്. കാരണം നമ്മുടെ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ നമ്മളെ വിട്ടുപോയി. ജീവിതത്തിലൊരിക്കലും ആ വിടവ് നികത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നികത്താൻ പറ്റില്ല. അതിനേക്കാളുപരി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരു തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ഒരു ധൈര്യം, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എഴുതുന്നതിലെ ഉറച്ച വിശ്വാസമുള്ള ഒരു തിരക്കഥാകൃത്തായിരുന്നു ശ്രീനേട്ടൻ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയൊരു സന്ദർഭം എന്ന് പറയുന്നത് ലോഹിത് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടായി ശ്രീനേട്ടനെ പറ്റി. ശ്രീനേട്ടനൊരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു അടുത്ത പടത്തിന് വേണ്ടി. സംവിധായകൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു സംവിധായകൻ തന്നെയാണ്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു, 1 ലൈൻ കാണണം, എന്നാലേ എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എപ്പോൾ 1 ലൈൻ കേൾക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, ഒരു 2 ഡേയ്സ് 2 ദിവസം കഴിഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞു. ശരിക്കും പ്രൊഡ്യൂസറെ കുറേ ആളുകളെല്ലാം കൂടെ 2 ദിവസം കഴിഞ്ഞ് ശ്രീനേട്ടനെ കാണാൻ തൃശ്ശൂരുള്ള ഒരു സ്ഥലത്ത് കാണാൻ വരുന്നു. അവരെല്ലാം ചുറ്റും വന്നിരുന്നു. ശ്രീനേട്ടനോട് പറയുന്നു, എന്നാലപ്പോൾ നമുക്ക് 1 ലൈൻ കേൾക്കാം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒരു പേപ്പർ എടുത്ത് ഒരു വരയങ്ങ് വരച്ചു. ഇതങ്ങ് തിരിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ 1 ലൈൻ എന്നുള്ളത്. എല്ലാവരും ഞെട്ടി, പ്രത്യേകിച്ച് സംവിധായകൻ എല്ലാം റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ശ്രീനേട്ടൻ ഈ വര കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ 1 ലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞെട്ടിയപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, ഇതുവരെ ഞാൻ എഴുതിയ ഒരുപാട് സിനിമകളുണ്ട്, ഞാൻ 1 ലൈൻ കാണിച്ചിട്ടല്ല ഒരു പ്രൊഡ്യൂസർ വന്നതും. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെ വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ ചെയ്താൽ മതി, ഞാൻ വേറെ ആൾക്ക് ഈ സിനിമ ചെയ്തോളാം എന്ന് പറയാൻ ഉള്ള ചങ്കൂറ്റമുള്ള തിരക്കഥാകൃത്ത്. അതാണ് പുള്ളി ഉണ്ടാക്കിയെടുത്തത് മലയാള സിനിമയിൽ. അതൊരു ഗംഭീര അനുഭവമായിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന. കാരണം ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർ ഇതുപോലെ പറയില്ല. പക്ഷെ പുള്ളി വളരെ കൂളായിട്ട്, എന്ത് രസമായിട്ട് അത് നർമ്മത്തിലൂടെയല്ലേ ഇത് പറഞ്ഞത്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു ശ്രീനേട്ടൻ. പിന്നീട് ഞാൻ നേരിട്ട് ഒരു പ്രാവശ്യം പുള്ളിയെടുത്ത് പെർമിഷൻ ചോദിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ശിഖാമണി എന്ന് പറയുന്ന ചെമ്പൻ വിനോദിനെ വെച്ചുള്ളൊരു സിനിമ. ആ സിനിമയുടെ സമയത്ത് ഞാൻ ഈ പ്രതിക്രിയവാദികൾ മറ്റേ ശങ്കരാടിച്ചേട്ടൻ പറയുന്ന ആ ഡയലോഗ് ആ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെമ്പൻ കേൾക്കുന്നതും അത് ചെമ്പൻ വീണ്ടും ഏറ്റു പറയുന്നതുമായിട്ടുള്ളൊരു സീനായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ആ സിനിമയിൽ ഉൾപ്പെടുത്തിയപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, ശ്രീനേട്ടൻ്റെ അടുത്തൊരു പെർമിഷൻ ചോദിക്കണം, കാരണം ഇപ്പോൾ കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളുള്ള കാലമല്ലേ, എന്തായാലും പെർമിഷൻ ചോദിക്കാൻ പോകും. ഞാൻ പോയി പെർമിഷൻ ചോദിക്കാൻ ചെന്ന് ഞാനിരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ അതിൻ്റെ പൈസ വാങ്ങി അത് എഴുതി കൊടുത്തു, പിന്നീടത് നാട്ടുകാരുടെയാണ്, നിങ്ങളുടെയൊക്കെയാണ്. നിങ്ങളത് വൃത്തികേടില്ലാത്ത തരത്തിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ അത് ഉപയോഗിച്ചോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടേ, ആ ഡയലോഗ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ സന്തോഷിക്കുക എന്ന് പറയുന്ന പുള്ളി ചിരിച്ചോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഒന്നിനും ഒരു പ്രശ്നവുമില്ല, അവനവൻ്റെ എഴുത്തിലുള്ള കഴിവ് അല്ലെങ്കിൽ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോഴുള്ള പുള്ളിയുടെ സന്തോഷം, അത് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ബിഗ് സല്യൂട്ട് ചെയ്യില്ലേ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള ലെവലിൽ അന്ന് ബിഗ് സല്യൂട്ട് ചെയ്തതാണ് ശ്രീനേട്ടനെ. ഇന്ന് ആ ശ്രീനേട്ടൻ എന്തും തുറന്നു പറയാൻ, നർമ്മത്തിൽ പൊതിഞ്ഞ് തുറന്നു പറയാൻ കഴിവുള്ള ആ ശ്രീനേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ വലിയൊരു, കാരണം ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. കാരണം ഏറ്റവും നല്ല സിനിമകൾ ചിരിച്ച് തിയേറ്ററിൽ കൈയടിച്ച് കണ്ട നമ്മൾ വീണ്ടും വീണ്ടും ഓരോ ഡയലോഗുകളും ഇപ്പോഴും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഉപയോഗിച്ചൊരു ഡയലോഗ് ഞാൻ വീണ്ടും എൻ്റെ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നീട് ഞാൻ പലപ്പോഴും ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയാണല്ലോ മോഹൻലാലും ശ്രീനേട്ടനും നമ്മളൊരു ബന്ധം, ലാലേട്ടനും ശ്രീനേട്ടനും നമ്മളൊരു ബന്ധം, ഞാനെന്നല്ല മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും അത്ഭുതത്തോടെ. കാരണം അവരുടെ ഒരു കോംബോ നമ്മൾ കണ്ട് ചിരിച്ച് അല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 13 വയസ്സായ കുട്ടീനെയാണ് മുതലാളി 17 കൊല്ലമായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർത്ഥം വരുന്നൊരു ഡയലോഗ് ഇന്നും നമ്മളത് പറയുന്നതാണ്. ഇന്നും നിത്യജീവിതത്തിൽ പലരോടും നമ്മൾ പലപ്പോഴും പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ എനിക്കൊന്ന് ഇവർ നമ്മളെ ബന്ധവും, കാരണം പ്രിയൻ സാറ്, സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞൊരു കോംബോ, ആ പേര് മാത്രം മതിയായിരുന്നു നമ്മൾക്ക്. അത് എങ്ങനെയാണ്
ഹിറ്റടിക്കുമെന്ന് ഉറപ്പിക്കാൻ തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ആ 2 പേര് മതി. അതൊരു ഗംഭീര സമയം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഒരു അടുപ്പവും എല്ലാം കഴിഞ്ഞ് പത്മശ്രീ സരോജ് കുമാർ എന്ന് പറയുന്ന ഒരു സിനിമ ശ്രീനേട്ടൻ എഴുതി. അതിൽ ഒരുപാട് ട്രോളുകളുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഞാൻ പലപ്പോഴും ആ സിനിമ കണ്ടിട്ട് ഞാൻ പലപ്പോഴും ഒരിക്കലും അദ്ദേഹം ആരെയാണോ അത് പറഞ്ഞ് ആ നടൻ നോർമലി അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്ന കുറേ സാധനങ്ങളുണ്ടാകും. പക്ഷേ ഞാനത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ പല സ്ഥലങ്ങളുമാണത് ട്രോൾ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പല സമയത്തും പിന്നീട് ലാലേട്ടനെ കണ്ടപ്പോൾ ലാലേട്ടൻ എത്ര കൂളായിട്ടാണ് അത് എടുത്തതെന്ന് അറിയാം. കാരണം ശ്രീനി അങ്ങനെയാണ്, നിങ്ങളിപ്പോൾ സിനിമയിലൂടെ കണ്ടു എന്നുള്ളൂ, ശ്രീനി നേരിട്ട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറമാണ് പറയാറ്. അപ്പോൾ അവർക്കിത് തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുകയും പരസ്പരം ട്രോളുകൾ കൃത്യമായിട്ട് അത് ഒരു അടുപ്പം കൊണ്ടുണ്ടായി എന്ന് ചിന്തിക്കാൻ പറ്റുന്ന അവരുടെ രണ്ടുപേരുടെ മനസ്സ് നമ്മളത് കണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ. കാരണം ഇന്ന് നമ്മൾ പലതും കാണുന്നില്ലേ, എത്ര ചെറിയ ചെറിയ വാചകങ്ങളിൽ പോലും എന്തൊക്കെ ഇഷ്യൂസും എന്തൊക്കെ ചർച്ചകളുണ്ടാക്കുന്ന ഈ വർത്തമാന സിനിമാ സമയത്ത് ഇതിലും വലിയ ട്രോളുകളും ഒരുപാട് സ്വന്തം ട്രോള് എഴുതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ കൊണ്ട് പുള്ളി എഴുതിയ ലാലേട്ടനെ പറ്റിയുള്ള ട്രോളുകൾ തന്നെ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ച നടനാണ് ശ്രീനിവാസൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒത്തൊരുമയും സ്നേഹമുള്ള കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ശ്രീനേട്ടൻ്റെ ഒരു വേർപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ശ്രീനേട്ടൻ്റെ ഈ വേർപാട്. പിന്നെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ശ്രീനേട്ടൻ്റെ ലൈഫിലെ തുടക്കത്തിൽ ഇടിമുഴക്കം എന്ന് പറയുന്നൊരു സിനിമയിലൂടെയാണ് പുള്ളി വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി മക്കൾ ഉണ്ടായി. മക്കൾ വളർന്നു വരുമ്പോൾ ഒരിക്കലും അവർ സിനിമക്കാരാക്കണമെന്ന് ആഗ്രഹിക്കാതെ വളർത്തി. പക്ഷെ അവർ രണ്ടുപേരും എനിക്കൊന്ന് സിനിമയിൽ തന്നെയാണ് എത്തിപ്പെട്ടത്. സിനിമയിൽ എത്തിപ്പെടുക എന്ന് മാത്രമല്ല, അവർ അടുത്ത തലമുറയെ പുതിയൊരു തലമുറയെ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റി. പിന്നീട് അവരൊരു വളർച്ച നമ്മൾ കണ്ടതാണ്. വളർച്ച മാത്രമല്ല, ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ നിവിൻ പോളി തുടങ്ങി ഒരുപാട് നടന്മാരെ വിനീത് നമുക്ക് സമ്മാനിച്ചു. ധ്യാനാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്. ഒരിക്കലും സിനിമയിൽ വരണമെന്ന് നിർബന്ധം പിടിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോളാൻ പറഞ്ഞ ആ 2 മക്കളും സിനിമയിൽ തന്നെ എത്തി. ആ ശ്രീനേട്ടൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഇനിയും ജീവിതത്തിൽ ശ്രീനേട്ടനെ ഒരിക്കലും മറക്കാൻ വേറെ കാര്യങ്ങളൊന്നും വേണ്ടെങ്കിൽ പോലും ശ്രീനേട്ടൻ്റെ അതേ മൂടുള്ള കുറേ സിനിമകൾ എടുക്കാൻ ഇപ്പോൾ വിനീത് നമുക്ക് പലപ്പോഴും നമ്മൾ പല സിനിമകളും വിനീതിൻ്റെ കഴിവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ധ്യാനമാണെങ്കിലും ഇനിയും വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അവരുടെ ഒരു 2 പേരുടെയും കഴിവുകൾ ഒരിക്കലും നിർബന്ധിച്ച് സിനിമയിലേക്ക് എത്തിക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് വേണം ജീവിച്ച്. പലരും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പല സിനിമ നടന്മാർ തുടങ്ങി പലരും മക്കൾ സിനിമയിലേക്ക് തന്നെ എത്തണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആ രക്ഷിതാക്കൾക്ക് വലിയൊരു ഉദാഹരണമാണ് അവർക്കെതിരെ. കാരണം ഒരിക്കലും മക്കൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ച ശ്രീനേട്ടൻ. കാരണം ജീവിതത്തിലും പുള്ളിയുടേതായൊരു കാഴ്ചപ്പാടുകൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ മക്കൾ അച്ഛനേക്കാൾ വലിയ മക്കളാവും. കാരണം പ്രത്യേകിച്ച് ശ്രീനേട്ടനോടുള്ളൊരു ഇഷ്ടം മക്കളോട് നമുക്ക് അതിനേക്കാൾ കൂടുതലുണ്ട്. കാരണം അച്ഛനോടുള്ളൊരു ഇഷ്ടം മക്കളോടും കൂടെ നമ്മൾ കാണിച്ച, നമ്മളെ മലയാളി സമൂഹം കാണിച്ച 2 മക്കൾ തന്നെയാണ് അവർ. കാരണം ശ്രീനേട്ടൻ എന്ന് പറയുന്നൊരു അച്ഛൻ, ആ അച്ഛനോടുള്ളൊരു ഇഷ്ടം തന്നെയാണ് നമ്മൾ അവരോട് കാണിക്കുന്നത്. ഒപ്പം അവരൊരു കഴിവും. അതുപോലെ അവർ ചെയ്യുന്ന ഒരു പുതിയ നല്ല നടന്മാരെ കൊണ്ടുവരാനും അവർ കാണിക്കുന്നൊരു വളരെ കാരണം ഇപ്പോൾ അച്ഛൻ്റെ പാത പിന്തുടർന്ന് അവരും കൂടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ശ്രീനേട്ടൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പലതും മക്കൾക്കും കൂടെ ഇനി മലയാളത്തിൽ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ശ്രീനിവാസൻ്റെ മക്കളായതുകൊണ്ടല്ല ധ്യാനും വിനീതും രക്ഷപ്പെട്ടു പോകുന്നത്. നോർമലി നമ്മൾ പറയും അത് അച്ഛൻ്റെ പേരിൽ നിന്ന് പോകുന്നു. ഒരിക്കലുമല്ല. ആദ്യ സിനിമയിൽ തുടങ്ങി ഇന്നും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ വിനീത് ശ്രീനിവാസൻ്റെ സിനിമകൾ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വിനീതാണ് കൂടുതൽ സംവിധാനം റൈറ്റിങ്ങിലേക്കും പോകുന്നത്. കാത്തിരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. കാരണം അത് ഒരിക്കൽ പോലും ശ്രീനേട്ടൻ്റെ ഒരു ടേസ്റ്റ് അല്ല, ശ്രീനേട്ടൻ്റെ ഒരു ശൈലിയല്ല എന്ന് നമുക്കറിയാം. ശ്രീനേട്ടൻ അത് എഴുതി കൊടുക്കില്ല എന്നറിയാം. മലയാളിക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ശ്രീനേട്ടൻ അങ്ങനെ ഒരു സഹായം പോവില്ല. ശ്രീനേട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് കഴിയുണ്ടെങ്കിൽ നിങ്ങൾ വളർന്നു പോയെന്ന് പറയുന്ന
ഒരച്ഛൻ്റെ മക്കളാണ് അവർ. അപ്പോൾ ആ സ്വന്തം കഴിവ് വെച്ച് അവർക്കത് കാണെങ്കിൽ അവർ ചെറുപ്പത്തിൽ വളർന്നു വന്ന സാഹചര്യം, അവരെ ലൈഫ്, അച്ഛനെ കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കണം ഒറ്റയ്ക്ക് നിന്ന് പോകുന്നത്. അത് അവരുടെ ഒരു വലിയ ഭാഗ്യമാണ്, മലയാളികളുടെയും വലിയൊരു ഭാഗ്യമാണ്. കാരണം അങ്ങനത്തെ 2 മക്കളെ ശ്രീനേട്ടൻ നമ്മൾക്ക് തന്നിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ നമ്മൾ പറയാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ശ്രീനേട്ടൻ്റെ വൈഫ്, ചേച്ചി നമ്മളാ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും എവിടെയാണെങ്കിലും അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടേ പറ്റും, മനസ്സിലാക്കിയേ പറ്റൂ. മക്കളോടാണെങ്കിലും ശ്രീനേട്ടൻ അങ്ങനെ ഒരുപാട് ചിലപ്പോൾ സംസാരിക്കില്ല, ചിലപ്പോൾ ഭയങ്കര സൈലൻറ്റ് മൂഡാണെങ്കിൽ പോലും വൈഫാണ് ഇവരെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി. ഇവരെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ആ ഫാമിലി കൊണ്ടു നടന്നിരുന്ന വൈഫാണ്. ആ വീട്ടിൽ പോയാൽ നമുക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വലിയ നഷ്ടമാണ് ഈ സംഭവം. കാരണം വെച്ചാൽ ശ്രീനേട്ടൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു അവർക്ക്. അത് അവരങ്ങനെയുള്ള ആ അമ്മയ്ക്ക് ഇത് സഹിക്കാൻ എല്ലാം ദൈവം കൊടുക്കട്ടെ, മനസ്സ് കൊടുക്കട്ടെ, ധൈര്യം കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്.